ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് പരിചയപ്പെടുന്നത് കേട്ടോ. ഞങ്ങളുടെ ബേക്കറിയിൽ നൗഷാദിക്കയുടെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. അവിടെ നിന്ന് കുടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാനത് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുപിടിയിൽ നിന്ന് കഴിക്കേണ്ടി വരും. അത് കാരണം ഞാനത് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. പാക്ക് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച പാക്കിംഗ് ഗ്ലാസ് ഉണ്ടാവുമെന്ന്, അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഉണ്ടായിരുന്നില്ല. സാധാരണ നോർമലായിട്ടുള്ള ഗ്ലാസ്സിലാണ് തന്നത്. അതെനിക്ക് ശരിക്കും പണി കിട്ടിയിട്ടോ. പാക്ക് ചെയ്യാനും പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്തിരി കഷ്ടപ്പെട്ടാലും ഹോസ്റ്റലിൽ വന്നിട്ട് സമാധാനമായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ പാക്ക് ചെയ്ത് തരണമാണ് കേട്ടോ. അത് ആദ്യം ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് അത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തന്നു. പിന്നെയും ഞാനൊരു കവറും കൂടെ വാങ്ങിച്ച് കവർ ചെയ്തിട്ടാട്ടോ കൊണ്ടുവന്നത്. കാരണം തുളുമ്പി പോകാൻ സാധ്യതയുണ്ട്, നല്ലോണം നിറച്ച തന്നേക്കുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ വന്ന് അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുന്നേ ഒരു പ്രാവശ്യം ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ള കാരണം നല്ല ബുദ്ധിമുട്ടാണ്. തണുപ്പ് എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ള കാരണമാണ് കേട്ടോ ബുദ്ധിമുട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനെ അഡിക്റ്റ് ആവും കേട്ടോ. അടിപൊളിയാണ്. 20 രൂപയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം വയറ് നിറയുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന കാരണം ഇത്തിരി ഒരു തണുവ് കുറവുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് നല്ലതാണ് കേട്ടോ. വല്ലാണ്ട് തണുത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുള്ള് ചുമയായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ച് അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഓവർ എക്സ്പ്രഷനും ഇട്ട് ഇന്നത്തെ ദിവസം ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു ഗൈസ് സോ മച്ച്.